സിനിമ അങ്ങനെ ഒരു ഗുണപാഠകഥയല്ല. പക്ഷെ ഒരു ഒരു വേറെ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാൻ ഉള്ളൊരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒരുക്കുന്നത്. അത് സോഷ്യൽ ആനിമൽസ് ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെയുള്ള ചില പോയിന്റേഴ്സും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എല്ലാവരുടെയും ജീവിതം കുറച്ചും കൂടെ ബെറ്റർ ആവും. നമ്മൾ ഭയങ്കരമായിട്ട് ഗുണപാഠകഥ പറഞ്ഞിട്ട് പടം കാണാൻ രസമില്ലെങ്കിൽ സിനിമാറ്റിക് ആവുന്നത് ഇമ്പോർട്ടന്റ് ആണല്ലോ. കാണുന്ന പ്രേക്ഷകർക്ക് അതിൽ എന്റർടൈൻമെന്റ് കൂടെ കിട്ടണം. അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ പോരെ ഗുണപാഠം. കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ പോകുമ്പോൾ തന്നെ സെയിം ടൈം അതിനൊരു സോഷ്യൽ കോസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അത്ര ഫിലിം മേക്കേഴ്സിന്റെ സിനിമകൾ കണ്ടിട്ടുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ശ്രമം നമ്മൾ നടത്തുന്നത്. അപ്പൊ നമ്മളൊരു രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന ഒരു സോഷ്യൽ കോസ് പറയാം എന്ന തരത്തിലല്ല ഇത്, ഉറപ്പായിട്ടും അങ്ങനെയല്ല. നരിവേട്ട ടീം നമ്മുടെ ഇവിടെ ടോവി, ആര്യ, അനുരാജ് ഒരു സിനിമ നടത്തിയെടുക്കുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടേറിയ ഒരു പരിശ്രമമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അനുരാജിലൂടെയാണ്. കാരണം നമുക്ക് നേരത്തെ അറിയാലോ, ഇഷ്കിന് മുമ്പേ അറിയാം. കുറെ കടമ്പകളൊക്കെ കഴിഞ്ഞ് സിനിമ തിയേറ്ററിലേക്ക് എത്തുക, ഇപ്പൊ എന്താ തോന്നണേ? ആശ്വാസം, സന്തോഷം. സിനിമ ശരിക്കും ഫിലിം മേക്കിങ്ങിന്റെ പ്രൊസീജിയറിന്റെ ഭാഗമാണ് ഈ നടത്തം. അതും കൂടി ചേർത്താണ് ഫിലിം മേക്കിംഗ്. നമ്മൾ ഈ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ മാത്രമല്ല, ഇതിനെ റൈറ്റ് ടൈം റൈറ്റ് സെൻസിൽ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ ഭാഗമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം മുഴുവൻ അതിനെ എത്രത്തോളം നന്നാക്കാം, ധൃതിയില്ലാതെ ഒരു സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമ എന്ന തരത്തിൽ ആലോചിക്കുന്ന ഒരു ഡയറക്ടർ. എൻ്റെ പരിമിതി അതാണ്. അപ്പം അത്തരത്തിലുള്ള ശ്രമം, ഇപ്പം ടോവിയെടുത്ത് കഥ പറയുന്നത് ഏതാണ്ട് 3.5 വർഷത്തിന് മുമ്പാണ്. അപ്പം കുഞ്ഞിന് വൈഫാണ് ഫുൾ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്നത് ടോവിയുടെ വീട്ടിൽ. അപ്പോൾ അവൾക്ക് 8 മാസം പ്രഗ്നന്റ് ആയിരുന്നു. കുഞ്ഞിന് 2.5 വയസ്സായി അപ്പോൾ റിലീസിന്റെ സമയത്ത്. അപ്പോൾ അത്രയും എഫേർട്ട് ഷമീൻ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ട്. ആത്മാർത്ഥമായ സമീപനമാണ് സിനിമയ്ക്ക് ഉണ്ടായത്. അനുരാജ് ഒരു സുഹൃത്തു കൂടിയാണല്ലോ. ഇപ്പൊ 7th ഡേ മുതൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സുഹൃത്തും കൂടെ ആയിട്ടുള്ള അസോസിയേഷൻ കൂടിയാണ്. ആ രീതിയിൽ നരിവേട്ട എത്ര സ്പെഷ്യൽ? ഞങ്ങള് 7th ഡേയിൽ അനുരാജ് അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് ആ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അപ്പോൾ അന്ന് തന്നെ നമ്മളോട് നല്ല സൗഹൃദം ഉണ്ട്. അതിനുശേഷം അനുരാജ് ആദ്യ സിനിമ ചെയ്യുമ്പോൾ ഞാനായിരിക്കണം അതിൽ എന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് അതിന്റെ പിന്നിൽ കുറെ കഥകളുണ്ട്, കുറേ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനിരുന്ന സിനിമയാണ്. പിന്നെ അത് മാറിപ്പോയി. അത് രണ്ടുപേരുടെയും ആ സാഹചര്യം, അന്നത്തെ സാഹചര്യം കാരണം കൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളൂ. പക്ഷെ അടുത്തതെങ്കിലും നമുക്ക് ഒരുമിച്ച് ചെയ്യണം എന്ന് നമ്മൾ അപ്പം മുതലേ ചിന്തിക്കുന്നതാണ്. നമ്മൾ വേറെയും സ്ക്രിപ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു കണ്ടന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം എല്ലാ കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ചെയ്യാൻ പോകുന്ന സിനിമ അത് ഈ 2014 തുടങ്ങിയ സൗഹൃദം. നമ്മള് സിനിമ ഒരുമിച്ച് ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് കാണും. നമ്മളിരുന്ന് കുറെ കഥകൾ പറയും, നമ്മളുടെ വിശേഷങ്ങൾ പറയും, നാട്ടുകാരെ കുറ്റം പറയും, അങ്ങനെ എന്തൊക്കെയോ. സിനിമയാണ് മെയിൻ ടോപ്പിക്. പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും സാമൂഹിക വിഷയങ്ങളെ കുറിച്ചും എല്ലാത്തിലൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. നമുക്കത് ചർച്ച ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബയാസ്ഡ് അല്ലാതെ ചിന്തിക്കുന്ന ആൾക്കാരോട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്കും ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയണത് അങ്ങനത്തെ ഒരു കോൺവെർസേഷന് സ്പേസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനൊരു സിനിമ വന്ന സമയത്തും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് ഇതുപോലൊരു സിനിമ എന്നൊന്നും പറയാൻ വേറെ സിനിമകൾ എനിക്കും അറിയില്ല. ഞാൻ നോക്കിയപ്പോ വെച്ചാൽ ഇത് എന്നിലെ പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിച്ചിട്ടുള്ള, ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അതേസമയം എന്നിലെ ആക്ടറിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതെ, ട്രെയിലർ കണ്ടപ്പോൾ അതാ തോന്നി. അതായത് എപ്പോഴും തോന്നാറുണ്ട് ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ബെറ്റർ ആകുന്ന ഒരു ആക്ടറാണ് ടൊവിനോ. പക്ഷെ നരിവേട്ട കണ്ടപ്പോൾ ഇതുവരെയുള്ള ഒരു ക്യാരക്ടർ ഷെയ്ഡും ഞാൻ കണ്ടില്ല. കുറെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉള്ള ഒരു കഥ, ഒരു പോലീസുകാരൻ അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചേരനായിട്ട് വരുന്ന ചില ഇന്റൻസ് മൊമെന്റിലെ പെർഫോമൻസിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹൈ കിട്ടുന്നുണ്ട്. ആ രീതിയിൽ ആ കഥാപാത്രത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട്? ഇതുപോലെ ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആക്ടറിന് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതും അത് പെർഫോം ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ആൾക്കാരെല്ലാവരും നല്ല ക്രൂവിൻ്റെയും നല്ല കാസ്റ്റിൻ്റെയും കൂടെ പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഈ സിനിമയിൽ ക്യാരക്ടറും ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഇത് നല്ല ക്യാരക്ടറും നല്ല കാസ്റ്റിംഗ് ക്രൂവും ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചർച്ച ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. സംവിധായകനായിട്ടാണെങ്കിലും എഴുത്തുകാരനായിട്ടാണെങ്കിലും ഈ സിനിമയിലെ ടെക്നീഷ്യൻസ് എല്ലാം ഇതിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഷമീർ ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് ഒരു 10 ദിവസം ഷമീർ എഡിറ്റർ, സാധാരണ എഡിറ്ററുടെ ജോലി തുടങ്ങുന്നത് സിനിമയുടെ ഷൂട്ടിന് ശേഷമാണ്. പക്ഷേ ഷൂട്ടിൻ്റെ സമയത്തും ഷമീർ ലൊക്കേഷനിലുണ്ടായിരുന്നു.
ഇതിന്റെ കഥ പറയുന്ന സമയത്തും ആ സമയം മുതലുള്ള ചർച്ചകളിലും ഷമീർ ഇതിൽ ത്രൂ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഇതിനകത്തുള്ള ടെക്നീഷ്യൻസും എല്ലാവരും അത്രയും ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാകുമ്പോഴാണ് നമുക്കും പല ഇൻഹിബിഷൻസും മാറ്റി വെച്ച് നമുക്ക് പെർഫോം ചെയ്യാനും മുമ്പ് ചെയ്തിട്ടുള്ളത് വരാതെ ഇങ്ങനെ വരുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് എന്തും ചെയ്തു നോക്കണമെങ്കിൽ ചുറ്റുമുള്ള നമ്മളുടെ ഗ്രൗണ്ട് സപ്പോർട്ടും കൂടെ വേണമല്ലോ. അത് ഇതിനകത്ത് ഭയങ്കര. ആര്യ, ഈ ട്രെയിലർ കണ്ട് ഞാൻ അനുരാജിനോട് നേരത്തെ സംസാരിച്ചു പറഞ്ഞിരുന്നു, ആര്യയിൽ ആ ഫയർ, നമ്മൾ ഈ ട്രെയിലർ വന്നപ്പോൾ നമുക്ക് എന്ത് സംഭവമാണെന്നുള്ള സ്പെക്കുലേഷൻസ് ഉണ്ടല്ലോ, ആ കഥാപാത്രത്തിന്റെ ഫയർ ഇതിൽ കാണാനുണ്ട്. കംപ്ലീറ്റ്ലി ക്യാരക്ടർ പിടിക്കാന്ന് പറയില്ലേ, എങ്ങനെ ഇതിലേക്ക് എത്തിയത്? അപ്പോൾ ആദ്യം വരുന്നത് സുനിൽ സിംഗറിനാണ് അനുരാജിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് അനുരാജും അഭിനും കൂടി ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെ നരവേട്ടയുടെ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അപ്പോൾ അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാതെ റെയറായിട്ട് എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ഒരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് എങ്ങനെയും ചെയ്യാം. പിന്നെ എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ള കറക്റ്റ് ഡയറക്ഷൻ ഇവിടുന്ന് കിട്ടും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അത് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ അനുരാജിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ക്രൂവിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും നമുക്ക് അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നതുകൊണ്ട് ചെയ്തു. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ ഒരു സിനിമയായിട്ട് കൂടിയാണല്ലോ സിനിമ വരുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് എങ്ങനെയാ, അതിലെന്താ ശ്രദ്ധിച്ചത്? ആക്ച്വലി അബിൻ ജോസഫാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. അവൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ദൈനംദിനമായിട്ടുള്ള നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഈ സോഷ്യൽ സാഹചര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് ശരിക്കും വർഗീസ് എന്നുള്ളൊരു പോലീസ്മാൻ്റെ യാത്രയായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പർ കുട്ടനാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ യാത്രയായിട്ടാണ്. അപ്പോൾ ഈ കഥാപാത്രത്തിന്റെ പോക്ക് വഴികളിൽ ഇയാൾക്ക് നേരിടേണ്ടി വന്ന കുറച്ച് സാഹചര്യങ്ങളും കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ട്. അത് വന്ന് ലാസ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ഒരു ഇവന്റിലാണ്. ആ ഇവന്റ് എത്രത്തിലായിരിക്കണം, എത്രമാത്രം ഇന്റൻസീവ് ആയിട്ടുള്ള ഇവന്റിൽ ഇയാൾ പോയാലാണ് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൃത്യമാവുക എന്ന തരത്തിലുള്ള നോട്ടിലാണ് നമ്മളൊരു ഇവന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ളിൽ ഇപ്പം ആസ് എ ഫിലിം മേക്കർ എൻ്റെ കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സിനിമകളെ പോലെയുള്ള സോഷ്യൽ കോസ് ഡിസ്കസ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പാറ്റേണിലുള്ള സിനിമ, ഇപ്പോൾ IV ശശി സാറിൻ്റെ സിനിമകൾ, ഹരിഹരൻ സാർ ചെയ്തിരുന്ന സിനിമകൾ, അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ പോകുമ്പോൾ തന്നെ സെയിം ടൈം അതിനൊരു സോഷ്യൽ കോസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അതിയായ ആഗ്രഹങ്ങൾ, അത്തരം ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ശ്രമം നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമ്മളൊരു രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന ഒരു സോഷ്യൽ കോസ് പറയാം എന്ന തരത്തിലല്ല ഇത്, ഉറപ്പായിട്ടും അങ്ങനെയല്ല. അപ്പം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു മൊമെന്റിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ ആഴം നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ചില അടയാളപ്പെടുത്തലുകൾ വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞല്ലോ, സിനിമ ഫിക്ഷനാണ്, അത് ക്രിയേറ്ററിന്റെ ഫ്രീഡം ആണത്. അപ്പം ഒരു സോഷ്യൽ കോഴ്സ് എടുക്കുന്നു, അതിൽ നമ്മളൊരു ഫിക്ഷൻ എലമെന്റ് ആഡ് ചെയ്യുന്നു. അത് ഉറപ്പായിട്ടൊരു സോഷ്യൽ പ്രാധാന്യമുള്ള ഒരു ഇവന്റ് ആവണം എന്നും കൂടിയുള്ള ധാരണ നമ്മൾക്കുള്ളിൽ സ്ക്രിപ്റ്റ് റൈറ്ററിലും ഡയറക്ടറിലും ഉണ്ട്. അപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പിച്ച് ചെയ്യുന്നു. അപ്പോൾ അയാൾക്കും അത് കിട്ടുന്നു. അപ്പോൾ അത് പ്രേക്ഷകർക്കും കിട്ടും എന്നുള്ള ജഡ്ജ്മെന്റാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ അത്തരത്തിലാണ് ഇതിന്റെ ഒരു ലെയർ തുടക്കത്തിൽ ഉണ്ടായി. ഈ പ്ലോട്ട് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സിനാരിയോയിലല്ല അല്ലേ? ഈ പല ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. ഇത് തീർച്ചയായിട്ടും ഇത് നല്ലപോലെ ഫിക്ഷനിലാണ്. അല്ലാതെ നമുക്ക് ചരിത്രം അതേപോലെ എടുത്തു വെക്കുന്ന അല്ല. ഇത് തീർച്ചയായിട്ടും അതാണ് വർഗീസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. അയാളുടെ കണ്ണിലൂടെ നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ നടന്നിട്ടുള്ളത് ഇതുപോലെ തന്നെയാണോ എന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഇത് നമ്മളുടെ ഒരു വേർഷൻ ഓഫ് ഇതൊരു സിനിമയായിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ തന്നെ ഫിക്ഷണൽ സിനിമയായിട്ട് തന്നെയാണ് കാണേണ്ടതെന്നും എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വെക്കുന്ന ആശയത്തിന് മാത്രമാണ് നമ്മൾ ആ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഇത് ചരിത്രം അതേപോലെ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നതല്ല. ഇതിൽ തന്നെ പറയുന്നത്, അതായത് വാക്ക് പാലിക്കുക എന്നുള്ളതൊരു ജനാധിപത്യ മര്യാദയാണ് എന്ന് പറയുന്നത്. അത് ശരിക്കും അപ്പൊ പലപ്പോഴും പല ചർച്ച വരാറുണ്ട്, ആർട്ട് എന്നുള്ളത് ഒരു സെൻസ് ഉണ്ടാവണം അതിന്, അല്ലെങ്കിൽ അങ്ങനെയും ഉണ്ടാകാം. പക്ഷെ ചില ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ അങ്ങനെ കൂടെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായി മാറുന്നുണ്ട് വേറെ തരത്തിൽ. അപ്പം ആ രീതിയിൽ ആർട്ട് പറയുക, അതിന്റെ ഭാഗമാവുക എന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാ? എല്ലാ കാലത്തും ആർട്ടിന് അങ്ങനെ ഒരു പവർ, ലോകത്തെ എല്ലായിടത്തും ആർട്ടിന് അങ്ങനെ ഒരു പവർ ഇല്ലേ? നമ്മൾ ആർട്ട് നമ്മളുടെയൊക്കെ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്
നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന കാര്യങ്ങൾ, നമ്മൾ വളരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ കാണുന്ന സിനിമകൾ, കേൾക്കുന്ന പാട്ടുകൾ, വായിക്കുന്ന കഥകൾ, കവിതകൾ, ഇതെല്ലാം നമ്മളുടെ ചിന്താഗതിയെ രൂപപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ടാവും. നമ്മൾ സഹജീവികളോടുള്ള നമ്മളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്നുള്ളതും, നമുക്ക് തിരിച്ച് നമുക്ക് ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ പെരുമാറണം എന്നുള്ളതും, ഇതെല്ലാം നമ്മുടെ വേ ഓഫ് തിങ്കിങ് ഉണ്ടാവുന്നതിന് ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് കാരണമാകുന്നുണ്ട്. അതിൽ ഒരു ഫാക്ടർ ആണ് ആർട്ട് എന്ന് പറയുന്നത്. ആർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എൻ്റർടൈൻമെൻറ്റിലൂടെ ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നു, അതിൻ്റെ ഒപ്പം ഒരു ആശയം കൂടെ, ഒരു സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് മാറി വേറൊരു ചിന്തയും കൂടെ, അതിനുള്ളൊരു പോസിബിലിറ്റിയും കൂടെയാണ് ആർട്ട് തുറന്നിടുന്നത്. ആ ചിന്തകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എല്ലാ സിനിമയിലും അതുണ്ടാവണം എന്ന് നിർബന്ധമില്ല. എല്ലാം ഈ എന്താ പറയുക, ഗുണപാഠകഥ പോലെ എല്ലാം ആവണം എന്നില്ല. ഈ സിനിമ അങ്ങനെ ഒരു ഗുണപാഠകഥയല്ല, പക്ഷെ ഒരു ഒരു വേറെ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാൻ ഉള്ളൊരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള ആർട്ട് ഫോംസ് ഒരുക്കുന്നത്. അത് എന്താ പറയുക, സോഷ്യൽ ആനിമൽസ് ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെയുള്ള ചില പോയിന്റേഴ്സും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എല്ലാവരുടെയും ജീവിതം കുറച്ചും കൂടെ ബെറ്റർ ആവും. അതൊരു തരത്തിലൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടും നിൽക്കുന്നുണ്ട് അല്ലേ? അത് സിനിമ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മീഡിയം ആയത് കാരണം അതിനൊരു റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതും പറഞ്ഞ എല്ലാ സിനിമയിലും നമ്മളത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അതിന്റെ ഈ ആർട്ടിനും പല പർപ്പസും ഉണ്ട്. ആർട്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള പർപ്പസ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആർട്ട് ഫോം, അതിൽ എങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അത് പെർഫോം ചെയ്യുന്ന സമയത്ത് എന്നുള്ളതാണ്. പക്ഷെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആണ് അതിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത്. അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ പോലെ ചിന്തകളും കിട്ടിയേക്കാം. അപ്പോൾ ആർട്ടിന് അങ്ങനെ പല എന്താ പറയുക, പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുമ്പോഴാണ് ഒരു ആർട്ട് ഫോം അതിന്റെ ഏറ്റവും അതിൽ. പക്ഷേ ഏതെങ്കിലും ഒന്ന് മാത്രം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഗുണപാഠകഥ പറഞ്ഞിട്ട് പടം കാണാൻ രസമില്ലെങ്കിൽ സിനിമാറ്റിക് ആവാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ. കാണുന്ന പ്രേക്ഷകർക്ക് അതിൽ എന്റർടൈൻമെന്റ് കൂടെ കിട്ടണം. അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്താൽ പോരെ ഗുണപാഠം. അതെ, ഈ പറഞ്ഞ പോലെ ട്രെയിലർ കാണുമ്പോൾ കുറേ മൊമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ആ റൈഫിൾ എൻ്റെ ആണ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷൻ, ചേരനായിട്ട് നേർക്കുനേർ വരുന്ന ഒരു മൊമെന്റ്, അവിടെയൊക്കെ ടോവിനോ വേറെയാണ്. ഇപ്പോൾ തല്ലുമാല കഴിഞ്ഞപ്പോൾ ഞാൻ ടോവിനോക്ക് ടെക്സ്റ്റ് ചെയ്തിരുന്നു, എനിക്ക് പഴയ ടോവിനെ കാണാനേ പറ്റില്ല. പക്ഷെ ഇത് കണ്ടപ്പോഴാണ് പിന്നെ ആ ഒരു നിറവ് കിട്ടുക. അപ്പോൾ ഈ പോലീസുകാരനാവാനുള്ളൊരു റിസർച്ചും ഈ ക്യാരക്ടർ ആവുന്നതും അതൊക്കെ എങ്ങനെയായിരുന്നു? അത് ഈ സിനിമയിൽ ഒന്ന് ഞങ്ങളുമുള്ള സൗഹൃദമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സ്പേസും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വേറെ സിനിമകൾ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മളൊരു ഫോൺ വിളിച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് അനുരാജ് വിളിക്കുന്നതാണെങ്കിലും ആ കോൺവെർസേഷൻ്റെ എവിടെയോ വെച്ച് നമ്മൾ അതിൽ നിന്നും അറിയാം നമുക്ക് നരിവേട്ടില്ലേ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം നമ്മളിരുന്ന് വെറുതെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും വർഷങ്ങളോളം നമ്മൾ ഇതിനെ മനസ്സിലിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചില സമയത്ത് ഞാൻ രാജന്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, എനിക്കിത് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി തുടങ്ങി. അത് വേറെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അത് തീർന്നിട്ട് ഇതിലേക്ക് വരാൻ എനിക്ക് കാര്യം ഈ സിനിമയിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ ചലഞ്ച് ചെയ്യുന്ന സീനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ പോലീസ് വേഷങ്ങൾ വേറെയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവരുത് എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങൾ നോക്കിയാലും കൽക്കി എന്നുള്ള സിനിമയിൽ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, തരംഗത്തിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ അന്വേഷിപ്പിംഗ് കണ്ടെത്തുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സിമിലർ ക്യാരക്ടേഴ്സ് അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പലതരത്തിൽ അത് ചെയ്യാനും പറ്റുന്നു. അപ്പൊ ഇതിലാണെങ്കിൽ ഇതൊന്നും അല്ലാത്ത കാര്യം, ലോകത്ത് കുറെ പോലീസുകാരില്ലേ, അവരെല്ലാവരും ഒരുപോലെ അല്ലല്ലോ പെരുമാറുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് വരാതെ നോക്കിയിട്ടുണ്ട്. ആര്യയുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അതിനപ്പുറം ഭാഷ, ഇതിനൊക്കെയുള്ളൊരു റിസർച്ച് എങ്ങനെയായിരുന്നു? ഭാഷ ആദ്യം നമ്മൾ റാവുള ഭാഷയാണ് ചെയ്യാനിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ കൂടെ അഭിനയിച്ചവരും നമ്മളൊരു ടീം വർക്ക് പോലെയായിരുന്നു. നമ്മളിപ്പോൾ ഇതിൽ ഏതാണ്ട് 6500 പേര് പല ഘട്ടങ്ങളിലായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ആ സിനിമയുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പം ആ റാവുള ഭാഷ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രസാദേട്ടൻ, ഗംഗാധരേട്ടൻ, നിഷ, അങ്ങനെ ഒരുപാട് പേര്. നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാമിലി പോലെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ആദ്യം വയനാട്ടിൽ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 2 വർഷം മുമ്പാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഞാൻ ആദ്യം ആര്യ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, ആര്യ ഇങ്ങനത്തെ ഒരു ട്രൈ നമുക്കിതിൽ എടുക്കാം. റാവുള ഭാഷ എന്ന ടെക്സ്റ്റ് ഉണ്ട്, പണിയ ഭാഷയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഭാഷാ സംസ്കാരമുണ്ട്, ഹൈറാർക്കിയൽ ഓർഡർ അതുണ്ട്. പക്ഷെ നമ്മൾക്കിത് കമ്മ്യൂണിക്കേറ്റ് ആവുകയും ചെയ്യണം ആൾക്കാർക്ക്, വേറെ ഡിഫറെന്റ് ടെക്സ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സംസാര ഭാഷയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ഇത്തരം ആൾക്കാരുടെ ആ കൾച്ചറിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുടെ സഹായം. പിന്നെ ആര്യ കുറച്ച് നേരത്തെ വന്നു വയനാട്ടിലേക്ക് ഷൂട്ടിന് മുമ്പ്. അപ്പോൾ ആര്യയായിട്ട് അവരെ ഇന്ററാക്ട് ചെയ്യിപ്പിച്ചു, അവരുടെ ഊരുകളിൽ പോയി അവർ ആര്യ അത് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്തത്. ആസ് എ ഫിലിം മേക്കർ എനിക്ക് സ്ക്രീനിൽ ഭയങ്കര സാറ്റിസ്ഫൈ മൊമെന്റ് ആയിരുന്നു ആര്യ അത്
അത്ര സീരിയസ് ആയിട്ട് അതിനെ ടേക്ക് ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ചിലർ പറയുമ്പോൾ നമുക്ക് HIT പോലൊക്കെ തോന്നും, കാരണം അവർ ഉപയോഗിക്കുന്ന ഭാഷയല്ലോ, പക്ഷെ ഇത് കറക്റ്റ് ബ്ലെൻഡ് ആണ്. അത് ആര്യയുടെ മാത്രം ക്രെഡിറ്റ് ആണ്, അതിൽ നമ്മൾക്കൊന്നും. അത് അവരും അതുപോലെ കുറെ സഹായിച്ചു. നമ്മള് എന്തെങ്കിലും നമ്മൾ വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരാനും ഭയങ്കര അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു. അവരെല്ലാം പറഞ്ഞു തരുന്നത് തെറ്റിപ്പോയി, അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തരുന്നത്. ഡബിലാണ് കുറച്ച് പ്രയാസം. ആര്യക്ക് ഒന്ന് കൊച്ചിക്കാരിയാണല്ലോ, ഈ കൊച്ചിക്ക് ഒരു പാട്ടുണ്ട് സംസാരത്തില്, ഒരു താളുണ്ട്. താളുണ്ട്, പക്ഷെ അതില്ലാത്തൊരു ലാംഗ്വേജ്. അപ്പൊ ഡബിൽ നമ്മൾ ഏതാണ്ട് ഒരു 7 പ്രാവശ്യം ആര്യ വരികയും പോവുകയും ചെയ്തു. ചെറിയ നമ്മള് പ്രസാദ് കൂടെ ഉണ്ടായിരുന്നു. പ്രസാദ് വന്നിട്ട് പ്രസാദ് ഒന്ന് മോണിറ്റർ ചെയ്യും, ഡബ് ചെയ്ത് വെച്ചത്. പ്രസാദിന് കറക്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് പിന്നെ ആര്യ വന്ന് ഒരു വേർഡ് എനിക്ക് ഓർമ്മയുണ്ട്, പല ഭാഗത്തുനിന്ന് ട്രെയിലറിലുള്ള പോലത്തെ ഒരു വീട്, അത് കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് വന്നവരുണ്ട് എന്ന് പറഞ്ഞ് സാധനം സ്റ്റക്കായി ആര്യ. അതിങ്ങനെ ആ വീട് തന്നെ വീണ്ടും ചെയ്യിപ്പിച്ചു. നമ്മളൊക്കെ നമ്മള് ജനിച്ചു വളർന്ന തൊട്ട് സംസാരിക്കുന്ന ഒരു സ്ലാങ്ങില് നമ്മുടെ നാക്കും ട്യൂണ്ടാണ്. നമ്മുടെ നാക്കും തൊണ്ടയൊക്കെ നമ്മൾ നേരെയായിട്ട് ട്യൂൺ ചെയ്ത് വരുത്തണം. ഈ ചേരനിലേക്ക് എങ്ങനെയാ എത്തുന്നേ? നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ മറ്റു ചില ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മളെല്ലാവരും ഒരു പോയിന്റിൽ ചേരുന്നുള്ള വീടിൽ സ്റ്റിക്കായി. അപ്പൊ മാത്രമല്ല ടൊവിക്ക് നേരത്തെ ചേർന്നായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം മാത്രമല്ല ചേൻ സാറായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടെ ഉണ്ടല്ലോ, പുള്ളിയുടെ സിനിമകൾ സ്വാധീനിക്കപ്പെട്ടു. എനിക്കല്ല പൊക്കിഷത്തിലെ പാട്ട് തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര. മാത്രമല്ല ഈ നവതരംഗ സിനിമ എന്ന് മലയാളത്തിൽ പറയുന്നതിന്റെ ആളാണ് ശരിക്കും തമിഴ്നാട്ടിലെ പുള്ളി. ഒരു സിനിമയെ അത്തരത്തിലുണ്ടായിരുന്ന സിനിമയെ മാറ്റി വേറെ നറേഷൻ ഉണ്ടാക്കിയ ഫിലിം മേക്കറാണ്. അപ്പം പുള്ളിയെ നേരിട്ട് വിളിക്കുക ചെയ്ത, പുള്ളിയുടെ ചെന്നൈ ഓഫീസിൽ പോകുന്നു, ഞാൻ അഭിനും കൂടെ പോകുന്നു. നമ്മൾ മലയാളവും ഹിന്ദി തമിഴും ചേർന്നിട്ട് ഒരു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പുള്ളിക്ക് ടൊവി പിക്ക് ചെയ്ത, ടൊവി കഥ പറഞ്ഞ ആ മൊമെന്റിൽ നമ്മൾ ചെയ്യുന്നു. രാത്രി 2 മണിക്കാണ് നമ്മളത് മാരിയറ്റ് ഹോട്ടലിലാണ് തോന്നുന്നത് റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചേരൻ സാറിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിനെങ്ങനെ മോൾഡ് ചെയ്യാന്നുള്ള ആലോചനയ്ക്ക് ചിലപ്പോൾ പുള്ളിയുടെ തലയിൽ ഓടിയിട്ടുണ്ടാവുക. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വിളിച്ചത്. പുള്ളി കുറേ അധികം നോട്ട്സ്, പുള്ളി ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സംശയങ്ങളായിരുന്നു. അത് നമ്മൾ രണ്ടാളും അഭിനും ചേർന്ന് നമ്മളത്, പിന്നെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഈ സിനിമ. പുള്ളിയും എനിക്കൊന്ന് പോലീസ് വേഷം ആദ്യമായിട്ട് ചെയ്യാം. അപ്പൊ പുള്ളിക്ക് ഇവിടുത്തെ കൾച്ചർ, ഇവിടെ ഒരു ബൈലാംഗ്വൽ ഓഫീസർ എങ്ങനെയാണ് സംസാരിക്കുക, പിന്നെ അവിടെ പോയാൽ എന്തായിരിക്കും, അങ്ങനെ. പിന്നെ പുള്ളി ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എങ്ങനെയാണ് ഒരു സെറ്റിൽ നിൽക്കുന്നത്, അത്രയും സീനിയർ ആക്ടർ ഫുൾ ടൈം പുള്ളിയുടെ ഭയങ്കര സ്വീറ്റ് ഒരാളാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പുള്ളി അവിടെ ഇരിക്കുക നമ്മുടെ കൂടെ. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതിങ്ങനെ ചെയ്യാം, ആ ബാക്കിലെ ജൂനിയർ ആർട്ടിസ്റ്റ് അതേ ക്യാമറ നോക്കുന്നു, നേരെ അത്തരത്തിലുള്ള ഭയങ്കര ടെക്നിക്കൽ സപ്പോർട്ട് പുള്ളിയുടെ ഭാഗത്തുണ്ട്. ഞാൻ പുള്ളിയുടെ അടുത്ത് ആദ്യമായിട്ട് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോഗ്രാഫും പോക്കിഷോവും പോലത്തെ പുള്ളിയുടെ സിനിമകളൊക്കെ. എനിക്കൊന്ന് പുള്ളിയും ഭയങ്കര ഇമോഷണൽ മനുഷ്യനുമാണ്. നല്ല ഇമോഷണൽ ആയിട്ടുള്ള, അങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള മനുഷ്യന്മാർക്കാണ് അത്ര ഇമോഷണൽ ആയിട്ട് എനിക്ക് തോന്നുന്നു സ്ക്രീനിലും വരുമ്പോൾ. അത് ഭയങ്കര ഈ സിനിമകൾക്കെല്ലാം അങ്ങനത്തെ, ഇപ്പോഴും നമ്മൾ ആ സിനിമകളെ പറ്റിയിട്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് അത്രയും ഇമോഷൻ നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്ക് അപ്പോഴും ആ സിനിമകളുടെ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് സാറേ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് മലയാളികൾ കാണുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതകളുണ്ട് എനിക്ക് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ കാണാൻ. അപ്പോൾ അതിനെ പറ്റിയൊക്കെയാണ് ചർച്ച ചെയ്തിരുന്നത്. പിന്നെ പുള്ളിയുടെ സ്വന്തം കഥ, ഒരു ഗ്രാമത്തിൽ ജനിച്ച്, പുള്ളിയുടെ അമ്മ ടീച്ചറായിരുന്നു, അച്ഛന് സിനിമയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ സിനിമ പാരഡൈസോ പോലുള്ളൊരു കഥയുണ്ട് പുള്ളിയുടെ. എക്സാക്ട്ലി അതല്ല, പക്ഷെ അതിനെ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു കഥ ഉള്ള ആളാണ് പുള്ളി. നാട്ടിൽ വെച്ച വീടും, അപ്പോൾ ആ വീടിന് പുള്ളി ആഗ്രഹിച്ചൊരു അന്തരീക്ഷവും, അങ്ങനത്തെ ഒരേ സമയം ഒരു ഡയറക്ടറായിട്ട് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് പുള്ളി കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ ഞാൻ വയനാട് ഒരു വീടെടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ താമസിച്ചിരുന്നത്. അപ്പം ചേരൻ സാർ അവിടെ വരും, ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആളാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്നേഹമാണ് എല്ലാവർക്കും, പുള്ളിയോടും പുള്ളിക്ക് എല്ലാവരോടും. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ആ ഒരു എളുപ്പവും കൂടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? നമുക്കെന്ന് വെച്ചാൽ പുള്ളി ഡയറക്ടറാണ്, സീനിയർ ആക്ടറാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ആ ടെൻഷൻ നമ്മൾ പുറത്ത് കാണിക്കാതെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്.
ഈ ഒരാളുടെ ഇപ്പം ഈ ജോണർ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ് നമ്മൾ പ്രേക്ഷകർ എന്ന രീതിയിൽ നോക്കുമ്പോൾ. പിന്നെ രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നും പറയും. ആ രീതിയിലൊക്കെ നരിവേട്ട എന്താണ്? അതോടൊപ്പം തന്നെ ഇപ്പൊ ടോവി പറഞ്ഞ പോലെ നല്ല സുഹൃത്താണ്. അപ്പൊ ടോവിനോ എങ്ങനെ എനിക്ക് അഭിനയിക്കാന്നുള്ളിൽ അറിയാലോ, അത് മാറ്റി ടോവിനെ ചെയ്യിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെ? ടോവിയെ മാറ്റുക എന്നുള്ളത് നമ്മൾ പിന്നെ ഏത് ആർട്ടിസ്റ്റ് ആയാലും ഇതിന്റെ സംഘർഷങ്ങളെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് കാണാൻ പറ്റും. എനിക്കൊന്നും അങ്ങനെ ടൊവിനെ അല്ലെ സുരാട്ടനെ ആരായാലും ഇപ്പോൾ ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടി നന്നാക്കൂ എന്ന് പറയേണ്ട മൊമെന്റ് വന്നിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളത് പറഞ്ഞ പോലെ ഈ നാളെ എടുക്കാൻ പോകുന്ന സീൻ തലേദിവസവും ആ സീൻ എടുക്കുന്ന തൊട്ട് മുമ്പും വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൊവിന്റെ ഭാഗത്തു നിന്ന് ടൊവി ഞാൻ പറയുകയാണെങ്കിൽ അവൻ അത്യാഗ്രഹത്തിന്റെ ഒരു ഇതാണ് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു, 7th ഡേ സിനിമയ്ക്ക് ഞാൻ ആക്ഷൻ കണ്ടു പറ്റി അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പൊ തൊട്ടടുത്ത് ഈ ഹാപ്പനിങ് സ്ഥലത്ത് നമ്മൾ ഉണ്ടാവണം. അപ്പൊ ഈ അതിരപ്പള്ളി പോയിട്ടുണ്ടോ? അതിരപ്പള്ളി ക്ലിഫിന്റെ മുകളിൽ പോയിട്ടുണ്ടോ? ആ വെള്ളച്ചാട്ടത്തിന്റെ അതിന്റെ ക്ലിഫിൽ ആ മൊമെന്റിൽ ആ മുനയിൽ നിന്നിട്ട് ഷോട്ട് എടുത്തിട്ടുണ്ട് ടോവി, ജിമ്മി ഷോട്ട്. എനിക്ക് അതിന്റെ ഒരു 10 മീറ്റർ അടുത്ത് വരെ പോകാം. എനിക്ക് ഹൈറ്റ് പേടിയുള്ളൂ. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും കുറച്ച് പറയില്ല, ഇവൻ ആ ഷോട്ട് നന്നാവാൻ വേണ്ടിയിട്ട് ആ പരിപാടി എടുക്കാം. ഞാനാണ് ചെയ്യില്ല. പക്ഷെ അത്രയും പീക്കിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ സിനിമയിൽ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ തന്നെ ഉണർത്തി എഴുന്നേൽപ്പിക്കുന്ന തരത്തിൽ നമ്മൾ ട്രിഗർ ചെയ്യും. അതുകൊണ്ടല്ലേ മലയാളത്തിന്റെ സൂപ്പർമാൻ ആയതല്ലേ. അപ്പോ അത് ആസ് എ സുഹൃത്ത് എന്നുള്ളത് അത് മാറിയെന്ന് കാണുമ്പോൾ അത് ശരിയാ, സൂപ്പർമാന്റെ ചേച്ചിയാണ് ചോദിക്കാൻ വരുന്നത്. അപ്പോ അത് മാറിയെന്ന് കാണുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പം എന്റെ സിനിമയിൽ ടോവി എന്താവണം എന്നുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ രണ്ടുപേരും അഭിനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായി ഫീഡ് ചെയ്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതും പിന്നെ എൻജോയ് ദ ഷോ എന്ന് പറഞ്ഞ പോലെ നമ്മളിരുന്ന് കാണുക. ചില സമയത്തൊക്കെ എനിക്ക് ഷോട്ട് എടുക്കുന്ന സമയത്ത് എന്നാൽ നമുക്ക് ഇത് ഏറ്റവും പ്രിയപ്പെട്ടാണല്ലോ നമ്മുടെ സിനിമ. അപ്പോൾ ആ സംഭാഷണങ്ങൾ നമ്മൾ 100 ആവർത്തി നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഇടറി. അപ്പോൾ അത് മൈക്കിലെ കൂടി പറയുന്നത് ഓട്ടോമാറ്റിക്കലി വന്നു പോയതാ. പക്ഷെ ചിലപ്പോൾ അത് എൻ്റെ സിനിമ ആയതുകൊണ്ടായിരിക്കാം പ്രേക്ഷകർ തീരുമാനിക്കേണ്ട. പക്ഷെ അത് ടൊവി കൂടി ചെയ്യുമ്പോഴാണ്, ടൊവി ചെയ്ത് അത് വർക്ക് ആകുമ്പോഴാണെന്ന് എനിക്ക് കുറച്ചും കൂടി കണക്ട് ആവുന്നത്. അപ്പൊ അത്രമേൽ നമ്മുടെ സൗഹൃദത്തിന് ആഴമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു 2 ദിവസം ഞങ്ങള് ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിച്ച് ഞാനും അനുരാജും ഷമീറും വന്ന് അഭിനവ് ഉണ്ടായിരുന്നു. നമുക്ക് ക്രിക്കറ്റും കളിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പൊ നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിച്ച് ഓരോ സീനും വായിച്ച് അതിന് ഇനി ഓൾറെഡി അഭിൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കല്യാശ്ശേരി തീസിസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഭയങ്കര രസമുള്ള, എന്നാൽ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന പോലത്തെ അല്ലാത്ത ഇമോഷൻസ് വരുന്ന ഒരാളാണ്. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്ത് അതിൽ ഇനി ഇവരുടെ ഭാഗത്തു നിന്നുള്ളത് ഇവർ ചെയ്യുന്നുണ്ട്, എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് അഡീഷണലി ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഭയങ്കരമായിട്ട് ഒരു സ്ലാങ് ആവശ്യമുള്ള ഒരു സിനിമ അല്ലെങ്കിൽ പോലും ഈ കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ള അയാൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ലാങ് ഉണ്ടല്ലോ. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ എല്ലാ സിനിമകളിലും ഒരാൾ വരുന്ന സാഹചര്യവും അയാൾ വരുന്ന നാടും അയാളുടെ സംസാരത്തിൽ കഥ നടക്കുന്ന പ്രാദേശികത അത് കുറച്ചും കൂടി സിനിമയുടെ ഓതന്റിസിറ്റി കൂട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആ ചർച്ചയിൽ ഇവരുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. ആ ഫ്രണ്ട് എനിക്ക് വോയിസ് മെസ്സേജസ് ആയിട്ട് ഇതിന്റെ ഡയലോഗുകൾ അയച്ചു തരും, ഓഡിയോ ക്ലിപ്പായിട്ട് ഫുൾ ഡയലോഗ്സ്. അത് സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ടോവി ആ സ്ലാങ് പിടിക്കുക, അപ്പർ കുട്ടനാട് പ്രദേശത്തെ സ്ലാങ് ആണ് അത്. അതെന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ ആ ക്യാരക്ടർ അപ്പൊ തന്നെ ഒരു ഇച്ചിരി വ്യത്യസ്തമാവും. പിന്നെ നമുക്ക് ആ സ്ലാങ്ങിൽ സംസാരിക്കുന്ന ആള് അയ്യോ എന്ന് പറയുന്നത് ചിലപ്പോ തൃശ്ശൂരുള്ള ഒരാൾ അയ്യോ എന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല. അങ്ങനത്തെ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമുക്ക്. ഇങ്ങനെ ഇപ്പൊ ഒരു ആക്ടർ അയാൾ പെർഫോം ചെയ്യുമ്പോൾ വെച്ചാൽ അയാളുടെ മാത്രം എഫേർട്ടോ അയാളുടെ മാത്രം കഴിവോ ഒന്നുമല്ല, ഇതിനകത്ത് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഭയങ്കരമായിട്ട് അതിനകത്ത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ക്യാരക്ടർ വെൽ റിട്ടൺ ആണെങ്കിൽ തന്നെ അതിലേക്ക് അല്ലെ ഒരു 80% ഇന്ന ആകുമല്ലോ അല്ലെ. തീർച്ചയായിട്ടും. പിന്നെ എന്താ വെച്ചാൽ ആ ലൊക്കേഷനിൽ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ്, ക്യാമറമാൻ തുടങ്ങിയ എല്ലാവർക്കും ഒരു ആക്ടറിന്റെ പെർഫോമൻസിനെ നന്നാക്കാൻ പറ്റും. അത് അവിടെയുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ ഇൻപുട്ട് നമുക്ക് തരാൻ പറ്റും. പിന്നെ വയനാട് സംബന്ധിച്ച് വയനാട് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. സുൽത്താൻബത്തേരിയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റിയാണ് എൻ്റെ ഇമോഷണൽ. അപ്പോൾ അതൊരു ഭയങ്കര പോസിറ്റീവ് സ്പേസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് വയനാടിന്റെ ഒരു സ്പേസ്. 65 ദിവസം കൊണ്ടാണ് ഷൂട്ട് കഴിഞ്ഞതെന്ന് വായിച്ചു. മേ ബി അതിലും കൂടുതൽ എടുക്കാമായിരുന്നു, പക്ഷേ അതിൽ തീർത്തു. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട്. അതായത്
ഇത് നല്ല പണിയുള്ള സിനിമയാണ്. നല്ല പണി എന്ന് വെച്ചാൽ നമ്മൾ ഒരു റൂമിനകത്ത് ഒന്നും ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ല. കുറച്ച് ഒരു സ്ഥലത്ത് പോയി നമ്മൾ കുറച്ച് അധികം ആർട്ടിസ്റ്റുകളുള്ള ദിവസങ്ങളിൽ നല്ല ഹെക്റ്റിക് ആയിട്ട് പോകേണ്ട ഷൂട്ട്. പക്ഷെ അത് നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് ചെയ്യുന്ന കാരണം കൊണ്ടാണ് അത് സ്മൂത്ത് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് ഓവർ ടൈം വർക്ക് ചെയ്യുകയോ ഷൂട്ടിന്റെ ദിവസങ്ങൾ കൂടിപ്പോവുകയോ അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഷൂട്ട് തീരും. ചുരുക്കം ദിവസങ്ങളിൽ അതല്ലാതെ ചില സിനിമകളിലൊക്കെ നമ്മൾ 24 മണിക്കൂറും 48 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഉറങ്ങാണ്ടൊക്കെ വർക്ക് ചെയ്യേണ്ടൊക്കെ വരും. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും വന്നില്ല. പക്ഷെ ഇതിൽ അങ്ങനെയൊക്കെ വരാമായിരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞത്, ഈ സിനിമ ഇതിലെ എല്ലാവരും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും, ഇപ്പോൾ ഇതിന്റെ അസോസിയേറ്റ് ആണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും അവരൊക്കെ അതുപോലെ ജിം നിൽക്കുന്ന കാരണം കൊണ്ടാണ്. അതുപോലെ സിനിമാറ്റോഗ്രാഫർ വിജയ് മിന്നൽ മുരളി ചെയ്യുന്ന സമയത്ത് സമീർക്കയുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഗോളോ ഒക്കെ ചെയ്ത സിനിമാറ്റോഗ്രാഫർ. ഭയങ്കര വേറെ ഒന്നിലേക്കും ശ്രദ്ധയില്ലാതെ ഇതിലേക്ക് മാത്രം ശ്രദ്ധ വെച്ച് പോകുന്ന ഒരാളാണ്. ഒരു ഡൈവേർഷൻസും ഇല്ല. പിറ്റേ ദിവസം എഴുന്നേക്കുന്നത് ഷൂട്ട് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും പിന്നെ ഉറങ്ങാനും. അപ്പൊ അങ്ങനത്തെ ഒരു ആണ്. അപ്പൊ എല്ലാവരും അങ്ങനെ നിന്ന് കാരണം കൊണ്ട് നമുക്ക്, ഞാൻ വിചാരിച്ചത് വയനാട് പോയി അവിടെ ഭയങ്കര തണുപ്പും മട്ടകടിയും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും, പക്ഷെ ഇതെല്ലാം നമ്മള് ഒരു ഡിസംബറിലാണ് നൈറ്റ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾക്ക് ഇത്ര അടുത്തുള്ള ആൾക്കാരെ പോലും കാണാത്ത. അപ്പൊ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ സാധാരണ ഷൂട്ട് ഇങ്ങനെ ഹെക്ടിക് ഷൂട്ടും ഭയങ്കര കുറെ ആർട്ടിസ്റ്റുകളുള്ള 1000 പേരൊക്കെ ഉള്ള ഒരു ദിവസം ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഡയറക്ടർക്ക് പ്രഷർ കൂടും. പക്ഷെ ഇത് ഞങ്ങൾ പറഞ്ഞ് അതിന്റെ പ്രഷർ ലോ ആയിട്ട് 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റിലാക്സ്ഡ് ഷൂട്ടായിരുന്നു. സമാധാനം ഉണ്ടായിരുന്നു. എല്ലാവരും ടീം വർക്കിന്റെ കേട്ടോ. ഇതിപ്പോ എന്റെ മാച്ചിങ് മാത്രമല്ല, എല്ലാരും അങ്ങനെ നിന്നുകൊണ്ടാ. പിന്നെ എപ്പോഴും ഒരു ഞാൻ വിശ്വസിക്കുന്നത്, ഒരു സിനിമയുടെ സംവിധായകന്റെ മൂഡും സംവിധായകന്റെ സ്വഭാവമായിട്ട് ഭയങ്കര സിമിലർ ആയിരിക്കും മൊത്തം ലൊക്കേഷന്റെയും അവിടുത്തെ എല്ലാവരുടെയും. സംവിധായകന്റെ എനർജി തന്നെയാണ് മൊത്തം ക്രൂവും കാസ്റ്റും ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് സംവിധായകൻ ഭയങ്കര ടെൻഷനുള്ള ആളാണെങ്കിൽ അവിടെ മൊത്തം അങ്ങനത്തെ ഒരു ടെൻഷൻ അന്തരീക്ഷമായിരിക്കും. സംവിധായകന് ഇത്തിരി റിലാക്സ്ഡ് ആയിട്ട് ടെൻഷൻ അടിക്കാതെയും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യമുള്ള ഒരാളാണെങ്കിൽ അത് നടക്കും. ഓക്കെ. അതോടൊപ്പം തന്നെ ഇപ്പൊ പലരെ കുറിച്ച് കേൾക്കാറുണ്ട് ആക്ടേഴ്സിനെ ഡീൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച്, ടൈം മാനേജ്മെന്റ് ഒക്കെ. പക്ഷെ ടോവിനോനെ കുറിച്ച് എല്ലാവരും പറയാ, ഇരുത്തിക്കൊണ്ട് പറയല്ല, എല്ലാവരും പറയാ അത്രയും സിനിമയെ പ്രൊഫഷണലായി സമീപിക്കുന്ന ഒരു നടൻ. കാരണം സമയത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ്. ആ ഒരു എളുപ്പം കൂടെ ഉണ്ടായിരിക്കുമല്ലോ. ഉറപ്പായിട്ടും. ടൊവിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ടൊവി രാവിലെ ട്രക്കിങ്ങിനൊക്കെ പോകും, കാട് കയറും, മല കയറും. രാവിലെ 8 മണി. ഇപ്പൊ 8 മണിക്ക് കോൾ ടൈം എങ്കിൽ നമ്മൾ ചിലപ്പം ടൊവിനെ 5 മണിക്ക് വൈകുന്നേരം വിട്ടുണ്ടാവും. അപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഷൂട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള പാച്ച് ഷൂട്ട്, നൈറ്റ് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് പോയി കിടന്നുറങ്ങി ടൊവിക്ക് 8 മണിയാണെങ്കിൽ നമ്മളൊരു 1.5 ബിഫോർ നമ്മൾ പോകണം. അപ്പൊ നമ്മൾ രാത്രി കളിക്കൊക്കെ 10-11 മണിക്ക് ക്രിക്കറ്റ് കളിച്ചിട്ട് രാവിലെ അങ്ങനെ 8 മണിക്ക് വരും. ട്രക്കിങ് കഴിഞ്ഞ് 8 മണിക്ക് രാവിലെ ലൊക്കേഷനിലുണ്ടാവും. അപ്പോൾ അവിടെ കൂടെ എത്തുക എന്നുള്ള, ടൊവിക്കൊപ്പം ഓടുക എന്നുള്ളത് കുറച്ച് പ്രയാസം. പിന്നെ എനിക്ക് ഈ സിനിമയുടെ സമയത്താണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തത്. അതിന് മുമ്പ് അതിന് ശേഷം ഞാൻ അധികം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭൂരിഭാഗം ദിവസം ഒരു 90% ദിവസം എനിക്ക് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ സിനിമ സെറ്റുകളിൽ നമുക്കൊരു റുട്ടീൻ പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് നല്ലൊരു റുട്ടീൻ റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് ലൈറ്റ്, കാര്യം പകല് നടക്കുന്ന കാര്യങ്ങളാണ്. പീസ് ഓഫ് മൈൻഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ രാത്രി ചില ദിവസങ്ങൾ രാത്രി 9:30 കിടന്നുറങ്ങും. 9:30 കിടന്നുറങ്ങിയിട്ട് അലാമൊന്നും വെക്കാതെ ഉറക്കം മതിയായിട്ട് ഞാൻ 5-5:30 എഴുന്നേക്കും. അത് 5-5:30 എഴുന്നേക്കുന്നത് വയനാടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, ചെറിയ കോടമഞ്ഞും കിളികളും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ, ഇപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ ട്രെയിനർ, എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റാഫ് മുഴുവൻ, എൻ്റെ മാനേജർ, ഞങ്ങൾ എല്ലാവരും ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പൊ എല്ലാവരും കൂടിയിട്ടാണ് നടക്കാൻ പോവാ. എല്ലാവരും കൂടെ നടക്കാൻ പോകും. തിരിച്ചു വരുമ്പോഴത്തേക്ക് നടക്കാൻ പോകുന്നത് നമ്മൾ ഈ മോർണിംഗ് വാക്കല്ലോ കേട്ടോ. മലയുടെ മുകളിൽ വയനാട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അല്ലേ. പിന്നെ അത് അങ്ങനെ ഒരു അവസരം കിട്ടണല്ലേ എനിക്ക്. പിന്നെ എന്നെ വിളിച്ചു ഞാൻ. അല്ല, ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല കനത്ത ട്രക്കിംഗ് ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ 30 സെക്കൻഡിൽ നമ്മുടെ പത വരും. ആദ്യത്തെ 30 സെക്കൻഡിൽ നമ്മുടെ പത വരും. അപ്പൊ നമ്മൾ നിർത്തി. പക്ഷെ കാര്യം വെച്ചാൽ ചിലതൊക്കെ തുടങ്ങുമ്പോഴേ നല്ല സ്റ്റീപ്പായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളൊരു ഈ ഒരു താളത്തിൽ വന്ന് നമ്മളൊരു എണ്ണയിട്ട യന്ത്രം പോലെ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്കിങ്ങനെ പോകാൻ പറ്റും. ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ കുറെ ആൾക്കാരുണ്ട്. സംസാരിച്ച് ഇടയ്ക്ക് നമ്മളിങ്ങനെ
നിൽക്കും, ഭയങ്കര ബ്യൂട്ടിഫുൾ എന്നൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കും. ഫോട്ടോ എടുക്കാൻ നിൽക്കണമല്ല, ശ്വാസം എടുക്കാൻ നിൽക്കുന്ന. പക്ഷെ ആൾക്കാർ ആയിരിക്കും ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ്. നമ്മളങ്ങനെ ശ്വാസം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോകണം, അല്ലാണ്ട് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ എത്തണം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പോയി. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ട്രക്ക് ചെയ്ത് ചെന്ന് ഏറ്റവും പീക്കിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ച അത് അതാണ്. അത് പ്രത്യേകിച്ച് വയനാട് പോലൊരു സ്ഥലത്ത് അങ്ങനെ കുറെ ട്രക്കിംഗ് പോയിന്റ്സ് ഉള്ള സ്ഥലമാണ്. അത് കാരണം കൊണ്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ട് സ്ഥലത്ത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഉണ്ട്, അസൂയ വരാറുണ്ട്. ഓ, എവിടേക്കാ പോണത്? ഇപ്പൊ ഒരു യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, ഇനിയും പോലെ ആർത്തിയാണ് യാത്ര ചെയ്യാനും. ജീവിതത്തിനോട് അങ്ങനത്തെ ഒരു ആസക്തി എനിക്ക് ജീവിതത്തിനോട് ഭയങ്കരമായിട്ട് ഉണ്ട്. ലൈഫിൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. അത് കുറച്ച് ഒരു റൊമാൻറ്റിക് കൺസ്യൂമറിസം എന്നൊക്കെ പറയാവുന്ന പോലത്തെ അത് എക്സ്പീരിയൻസസ് ഇത്ര എണ്ണം വേണം, കുറെ വേണം എന്ന് അതും ഒരു കൺസ്യൂമറിസം ആണ്. പക്ഷെ അതല്ലാതെ ചിന്തിക്കുന്ന സമയത്ത് ആ കൺസ്യൂമറിസം ആണെങ്കിൽ പോലും അത് ഓരോന്ന് അച്ചീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. പലതരം ഹാപ്പി ഹോർമോൺസ് അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അയ്യോ എത്ര ദിവസമായി വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കും. പക്ഷെ യാത്ര ചെയ്യുന്ന സമയത്താണ് അയ്യോ ഇനി എത്ര ദിവസം കൂടി ഉണ്ട് യാത്ര, അങ്ങനെയായിരിക്കും ചിന്ത. അതായത് തീരുവോ യാത്ര തീരുവോ എന്ന് നമുക്ക് തോന്നുന്നു. ഈ ആര്യക്ക് ഇതിൽ കുറെ അടിയൊക്കെ കിട്ടിയത് ഞാൻ കേട്ടിരുന്നു, ആണോ? ആണല്ലേ? ലാസ്റ്റ് പോർഷനിലൊക്കെ ഭയങ്കരമായിട്ട് ഈ ക്രൗഡിന്റെ ഒരു ആക്ഷൻ, ശബ്ദം നമ്മളെ സാധാരണ നമ്മൾ ഈ ക്രൗഡ് മൊമെന്റിൽ നമ്മൾ ശബ്ദം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഫേക്ക് സൗണ്ട് ശരിക്കും നമ്മൾ സിംഗ് സൗണ്ട് അല്ലല്ലോ. അപ്പൊ ശരിക്കും ശബ്ദം ഉണ്ടാക്കുന്നതും വേദന കൊണ്ട് ശബ്ദം ഉണ്ടാക്കുന്നതും ഇടയ്ക്ക് ആര്യയുടെ രണ്ടു അലർച്ച ഞാൻ കേട്ടായിരുന്നു. നമ്മൾ ഈ ഹെഡ്ഫോൺസിൽ കേൾക്കാം. ഞാൻ സ്റ്റണ്ട് മാസ്റ്ററിന്റെ 2 അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ പാഡ് വെച്ചിട്ടുണ്ട്. അണ്ണ പാഡ് കൊഞ്ചം മേലെ തകർക്കും അങ്ക അടിക്കുന്നു. അപ്പൊ ടോവിയോട്ട് നല്ലത് കിട്ടിയില്ലേ? അതായത് പാഡ് ഇവിടെയാണ് ഇരിക്കണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് മുമ്പത്തെ ഷോട്ടിൽ അടി കിട്ടി. നമുക്ക് അങ്ങനെ കൺട്രോൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാധനം ഷൂട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ക്രൗഡും ഒക്കെ വരുമ്പോ വരുന്നവരൊക്കെ എല്ലാവരും ക്യാമറയിൽ എന്റെ തല കാണാം എന്നുള്ള. പിന്നെന്താ വെച്ചാൽ അങ്ങനത്തെ സീക്വൻസസ് ഇങ്ങനെ ഫൈറ്റോ അല്ലെങ്കിൽ ഫൈറ്റ് പോലത്തെ സീക്വൻസുകളിൽ നമുക്കൊരു 25% കിട്ടിയാലേ അത് 100% സ്ക്രീനിൽ കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ 25% എന്തെങ്കിലും ഒരു കുറവ് വരുത്തി കഴിഞ്ഞാൽ സ്ക്രീനിൽ അത് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അത് എല്ലാ സിനിമയിലും എല്ലാവർക്കും കിട്ടുന്നു, നമുക്കും കിട്ടുന്നു. അല്ല അത് കിട്ടും. അത് പക്ഷെ എന്നാലും നമുക്ക് അവിടെ ചെയ്യാവുന്നത് അടിക്കുന്ന വടി ഒറിജിനൽ വടിക്ക് പകരം ഡമ്മി വടി ഉപയോഗിക്കുക, പാഡ് വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യും. എന്നാ പോലും കിട്ടും, ചെറിയ വേനയൊക്കെ എടുക്കും. അത് പിന്നെ ചെറുതായിട്ട് റൂമിൽ ചെന്ന് നോക്കുമ്പോ ചെറുതായിട്ട് നീലപ്പാട. അപ്പോ നരിവേട്ട ഒരു വൻ ഹിറ്റ് ആവട്ടെ സിനിമ എന്നാണ് പറയാനുള്ളത്. പേഴ്സണലി അനുരാജിന്റെ നല്ല സുഹൃത്താണ്, അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടാവുമല്ലോ. പിന്നെ ട്രെയിലർ കണ്ടിട്ടുള്ള ആ ഒരു ഹൈ ഉണ്ടല്ലോ, ആ ജോണർ എന്താണോ അതിന് പക്ക ട്രെയിലറാണ്. അപ്പോൾ സിനിമ വലിയ വിജയമാവട്ടെ. ഒരു 2 അപ്ഡേറ്റും കൂടെ ഞാൻ ചോദിക്കാം. ഒന്ന് തന്ത വൈബ് എന്താണ്? അതൊക്കെ സമയമെടുക്കും, കാര്യം അതിന് മുമ്പ് അനൗൺസ് ചെയ്ത് വെച്ചിട്ടുള്ള സിനിമകളുണ്ടല്ലേ. ഞാനാണെങ്കിൽ ഇപ്പോൾ സിനിമകളുടെ എണ്ണം വളരെ കുറച്ച്, അത് ഓരോ സിനിമയ്ക്കും കൊടുക്കുന്ന സമയം കൂടുതലാണ്. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എനിക്കും ഒക്കെ കൊടുക്കുന്ന സമയം കൂട്ടി എല്ലായിടത്തും സമയം ഈക്വലി. അത് ഞാൻ ഈ വർഷം ഒരു സിനിമയും നരിവേട്ട കഴിഞ്ഞിട്ട് ഞാൻ ഒരു ജാനുവരിയിൽ ഒരു 3-4 ദിവസം ഷൂട്ട് ചെയ്തതല്ലാതെ ഞാൻ ഈ വർഷം ഷൂട്ട് ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്യുന്നില്ല. അത് അങ്ങനത്തെ ഒരു സ്പേസ് എനിക്കും ആവശ്യമാണെന്ന് തോന്നി. ഞാനും കുറെ കാര്യങ്ങളിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഞാനും ഈ ലോകവും മാറുന്നു, ചുറ്റുമുള്ളവരും മാറുന്നു. അപ്പൊ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചിട്ട് അങ്ങനെ ഒരു സ്പേസ് എടുക്കാവുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായി. അപ്പൊ ആ സ്പേസ് എടുത്തപ്പോൾ പരമാവധി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റി, ഫ്രണ്ട്സിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ പറ്റി, കസിൻസിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ പറ്റി. ഭാര്യ ഞാനും മാത്രമായിട്ട് യാത്രകൾ പോയി, ഞാനും ഭാര്യയും മക്കളും മാത്രമായിട്ട് പോയി, ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് പോയി. അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ റീചാർജ് ചെയ്യണം. എനിക്ക് ഇനി അടുത്തത് ജൂൺ മുതൽ അടുത്ത സിനിമകൾ തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഫുള്ളി ചാർജ്ഡ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി ഇപ്പൊ ഷൂട്ട് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം കൊറോണയുടെ സമയത്ത് അല്ലാണ്ട് ഇത്രയും ബ്രേക്ക് എടുത്തിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഇങ്ങനത്തെ ബ്രേക്കുകൾ ഇടയ്ക്ക് വേണം, നമ്മുടെ ലോഞ്ചിവിറ്റിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ. ചിലർ പറയില്ലേ നല്ല ടൈമിൽ നിൽക്കുമ്പോൾ മാക്സിമം മേക്ക് യൂസ് ഓഫ് ഇറ്റ് എന്ന് പറയുമല്ലോ. ഞാൻ എൻ്റെ നല്ല ടൈമിൽ നിൽക്കുന്ന സമയത്ത് പരമാവധി മേക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്നത്.
അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഇനി ഇത് ഷൂട്ട് ചെയ്യുന്ന സിനിമ ഏതായിരിക്കും? ഇനി പള്ളിച്ചട്ടമ്പയാണ് അടുത്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടും അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്. അത് എല്ലാം ഈ പറഞ്ഞ പോലെ നല്ല രസമായിട്ട് ഇപ്പൊ ഈ യാത്രകളുടെ ഇടയ്ക്കാണെങ്കിലും ഈ ഗ്യാപ്പുകളിലാണെങ്കിലും ഞാനും ഡിജുവായിട്ട് പല ചർച്ചകൾ അതുപോലെ ചെയ്യാനുള്ള സിനിമകളുടെ ചർച്ചകളും അതൊക്കെ നടക്കുന്നുണ്ട്. യാത്രയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിൽ നമ്മൾ അല്ലാതെ നമ്മൾ സിനിമയുമായിട്ട് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുന്ന ഒരിക്കലും എനിക്ക് പറ്റില്ല. ഇപ്പൊ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളാണെങ്കിലും ഇതിന്റെ മറ്റു എമ്പുരാന്റെ ഒക്കെ പ്രൊമോഷന്റെ സമയത്താണെങ്കിലും ഒക്കെ ഞാൻ ആക്ച്വലി സിനിമ ആക്ടിങ്ങിൽ നിന്ന് ഒരു 6 months ബ്രേക്ക് ആണെങ്കിലും അതിന്റെ പ്രൊമോഷൻസിലും സിനിമയിലൊക്കെ ഇൻവോൾവ് ആണ്. അതല്ലാതെ ഞാൻ സിനിമയിൽ നിന്ന് ഒളിച്ചോടി പോകും അങ്ങനെ നിർത്തി പോയതല്ല. ആക്ടിങ്ങിൽ നിന്ന് കുറച്ചാണ് ബ്രേക്ക് എടുത്തത്. ചിലപ്പോൾ കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും ചെയ്യാൻ പറ്റട്ടെ, പഴയതൊക്കെ പഴയതൊക്കെ മറന്നുപോയി പുതിയതെല്ലാം ചെയ്യാൻ പറ്റും. അനുരാജ് അതുപോലെ ഇതിനൊപ്പം തന്നെ ശേഖർ വർമ്മ തുടങ്ങിയിരുന്നു. നമ്മൾ തന്നെ സംസാരിച്ച ഐ വി ശശി സാർ എന്തോ ആണ് 2 സിനിമ ഒരുമിച്ച് തുടങ്ങിയ ഡയറക്ടേഴ്സ്. ഒരു 4 സിനിമയൊക്കെ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻ അത് വ്യത്യസ്ത ആക്ടേഴ്സിനെയും വെച്ചിട്ട് അന്ന് സിനിമ ലിമിറ്റഡ് ആയിരുന്നു. ഇത് രാജാവ് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഏതാണ്ട് 2021 അനൗൺസ് ചെയ്ത സിനിമയാണ്. അതിങ്ങനെ പല കാരണങ്ങളാൽ നീണ്ടുപോയി. ഇപ്പം ഇടയ്ക്ക് ഒരു 2 ദിവസം ഷൂട്ട് ചെയ്തു. മിനിമൽ പോർഷനാണ് ഷൂട്ട് ചെയ്തത്. അതിന്റെ അപ്ഡേറ്റുകളെ കുറിച്ച് പ്രൊഡക്ഷൻ ഹൗസ് ആണ് പറയുന്നത്. പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ഒരു അപ്ഡേഷൻ വരാതെ നമുക്കത് പറയാൻ പറ്റില്ല. ടോട്ടലി അവരുടെ കയ്യിലാണ് അത്. ഞാനിപ്പോ ഇതിലാണ് 16-ാം തീയതിക്ക് ശേഷം 17-ാം തീയതി കുറിച്ച് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നില്ല. 16-ാം തീയതി ആലോചിക്കുന്നത്. ഇതിലൊറ്റ കാര്യം കൂടി, പ്രണവിന്റെ ബർത്ത്ഡേക്ക് ആ പോസ്റ്റർ ഉണ്ട്, ഗംഭീരായിരുന്നു ആ പോസ്റ്റർ. ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്ത് അതിലുണ്ട്. എവിടുന്ന കിട്ടിയ? വിക്രത്തില് അഭിനയിച്ചിട്ടുണ്ടല്ലേ പ്രണവിന്റെ ക്യാരക്ടറിന് വേണ്ടിട്ടേ നമ്മൾ ഏതാണ്ട് ഒരു 10-22 പേര് ഏതാണ്ട് ഞാൻ എണ്ണി പറയാം 22 പേരോളം ഞാൻ നമ്മൾ ടീമായിട്ട് ഓഡീഷൻ ചെയ്തിരുന്നു. അത് കായികമായി കുറെ പരിപാടികളുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അപ്പം പ്രണവിനെ ശരിക്കും നമ്മള് ഇങ്ങനെ അത് ആ പരിപാടി കൺഫ്യൂഷൻ നിൽക്കുക. നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു, ഷൂട്ട് ചെയ്താണ്ട് 1 മാസത്തിനുള്ളിൽ നടക്കണം. 1-2 ഓപ്ഷൻസ് നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ അസോസിയേറ്റ് ഒരാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ തപ്പിപ്പിടിച്ചതാ. കിരൺ എന്ന് പറഞ്ഞ അസോസിയേറ്റ് തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് ഓഡീഷൻ ചെയ്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോ അത് കറക്റ്റാ. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. സിനിമയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ നിൽക്കുന്ന ആളുമാണ് ഭയങ്കര. ആരെയും പ്രണവും ആണ്. പ്രണവ് നല്ല പണിയെടുത്തിട്ടുണ്ട്. അടിയുടെ കാര്യം പറഞ്ഞല്ലേ, ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് അവൻ ഒറിജിനൽ ആയിട്ട് വേണ്ടിട്ട് തല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. ഞാൻ പിന്നീട് അറിയുന്ന സിനിമ ടെക്നിക്കൽ സാധനമാണ്. ഇപ്പൊ ടോബി പറഞ്ഞ പോലെ കുറച്ച് പോർഷനിൽ ഒറിജിനൽ ആയാലും നമുക്ക് സ്ക്രീനിൽ ഫീൽ ചെയ്യുന്നു. അത് എല്ലാ തല്ലും വാങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ നല്ല പണം എടുത്തിട്ടുണ്ട്. അത് സ്ക്രീനിൽ അതിന്റെ ഒരു ഔട്ട്പുട്ട് അവന് കിട്ടിയാൽ നല്ലതാണ്. അവന്റെ അധ്വാനത്തിനുള്ള ഫലം. അതെ, എല്ലാവരുടെ അധ്വാനത്തിന്റെ ഫലം 16-ാം തീയതി വൈകിട്ട് നമുക്ക് കേൾക്കാൻ പറ്റട്ടെ. സിനിമ വലിയ ഹിറ്റ് ആവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.